നമുക്കൊപ്പം സന്ദീപ് രാജാക്കാടിനോടൊപ്പം നൃത്താധ്യാപിക ചേരുന്നുണ്ട്. ഈ നൃത്താധ്യാപിക ഈ കുമാർ മാഷിനെതിരെ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നയാളുമാണ്. ഓഡിയോ ശബ്ദ സന്ദേശത്തിലൂടെ നമ്മൾ കണ്ടത് ഒരു കോൺഫറൻസ് കോളിട്ട് ഈ കുമാർ ബാക്കിയുള്ള നൃത്താധ്യാപകരെ സ്വാധീനിക്കുകയും എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ നൃത്താധ്യാപികയിലേക്ക് കൂടി ഒന്ന് പോകണം. അനുരഞ്ജന കുമാറാണ് നമുക്കൊപ്പം ഉള്ളത് എന്ന് തോന്നുന്നു. ഗോപിക അനുരഞ്ജ് കുമാറാണ്. അപ്പോൾ ഗോപിക, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. ഈ കുമാറിന്റെ ഓപ്പറേഷൻ എങ്ങനെയാ ഗോപിക? സാർ, ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ തഴഞ്ഞുകൊണ്ട്, അതായത് കലയിൽ മുൻതൂക്കമായിട്ട് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ എല്ലാം കഴിവുകൾ അടിച്ചമർത്തിക്കൊണ്ട് ഇദ്ദേഹം നടത്തി വരുന്നത് വൻ കൊള്ള എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന നൃത്താധ്യാപകർക്ക്, അവരുടെ കുട്ടികൾക്കും ഇദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു നിലയിൽ കൊണ്ടുവരിക. ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്ക് വെറും ബി ഗ്രേഡ്, സി ഗ്രേഡ്, അതായത് എന്ന് പറഞ്ഞാൽ ഈ കലോത്സവ വേദിയിലൊക്കെ സാർ, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൻ മാഫിയ തന്നെ ഇതിൻ്റെ പിൻബലത്തിലുണ്ട്. അതായിരിക്കും അദ്ദേഹം ഇത്രയും ഭംഗിയായിട്ട് കളിക്കുന്നത് ഇതിൻ്റെ പുറകിൽ. ഒരുപാട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് പേരൻസ്, അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഈ ഇത് കലയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് ചെലവും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലർ കടം വാങ്ങിയും ഒക്കെ ആയിരിക്കും ഈ കുട്ടികളെ നമ്മൾ ഈ കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ അതായത് സമ്മാന അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അത് വെറും ബി ഗ്രേഡ്, സി ഗ്രേഡ് കൊടുത്ത് താഴ്ത്തുമ്പം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി, കുമാർ എന്ന മാഷിനെ പോലെയുള്ള വ്യക്തികളുടെ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കൊടുത്ത് അവര് ഏതൊക്കെ വിഷയങ്ങളിലാണ് കുമാർ ഇടപെടാറുള്ളത്? ഏതൊക്കെ ഡാൻസ് ഫോമുകളിലാണ്? ഭരതനാട്യം മെയിനായിട്ട് ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, അങ്ങനെയുള്ള ഗ്രൂപ്പ്, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്. ഇതാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം ചെയ്തു വരുന്നത്. കുമാർ മാഷിന്റെ നേതൃത്വത്തിലാണോ കോഴിക്കോട് ഏറ്റവും നന്നായിട്ട് കളിച്ചൊരു ടീം 4ാം സ്ഥാനത്ത് വന്നു എന്ന് ഈ ഒരു ജഡ്ജി തന്നെ പറയുന്നുണ്ട് ഈ ഓഡിയോയിൽ? അത് ഈ വോയിസ്, നമ്മൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ എടുത്തു പറയുന്നത്, ഇത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളം മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. നമുക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്ഥലത്തേക്ക് ഇന്ന ആളെ ഞാൻ വിട്ടു. ഉണ്ട് തീർച്ചയായും. നമുക്ക് ഇപ്പോൾ ഈ വോയിസുകളെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് അറിയാം. നമുക്ക് നേരത്തെ ഇതിനെ കുറിച്ചുള്ള ഓരോ വർഷവും നമ്മളിങ്ങനെ എല്ലാ വർഷവും ഇത് നടന്നു വരുന്നതാണ്. എങ്കിൽ ഈ വർഷം നമുക്ക് ഇതിൻ്റെ തെളിവ് സഹിതമാണ് കിട്ടിയിരിക്കുന്നത്. ഈ തെളിവ് കിട്ടിയെങ്കിലും നമ്മളിത് ഇതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതായത് ഈ കലോത്സവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു പക്ഷേ പുള്ളിക്ക് പിൻബലം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം പുള്ളി അതൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കണമെങ്കിൽ വേണ്ടത്ര ജാഗ്രത ഈ പറയുന്ന കലോത്സവം നടത്തുന്ന ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കുമാർ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇത്തരം നൃത്ത കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്തുകയും ജഡ്ജിമാരെ സ്വാധീനിച്ച് സമ്മാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണം. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സന്ദേശങ്ങൾ, നിങ്ങൾ കണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, ഇതെല്ലാം കുമാർ എന്ന് പറയുന്ന നൃത്താധ്യാപകൻ സഹ പാനലിസ്റ്റുകൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് ജഡ്ജിമാർക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പേപ്പർ ചോർത്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവമാണ് കേരളത്തിലേത്. ആ കലോത്സവത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ചില കുമാരന്മാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതിലും കുമാരന്മാരുടെ വിക്രികൾ ഇന്നത്തതുകൊണ്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഒരു നടപടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഇത് നൃത്തത്തിൽ മാത്രമല്ല ഉള്ളത്. പകരം കണ്ണൂരിൽ റവന്യൂ ജില്ല. താങ്ക് യു ഗോപിക.